ഹലോ അസ്സാം വലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോയുമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഫുൾ വിശേഷങ്ങൾ എന്ന് പറയാം കേട്ടോ. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതായത് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് മക്കളെ സ്കൂളിൽ വിടാനുള്ളതും കാപ്പിക്കും ഒക്കെ ഉണ്ടാക്കി കേട്ടോ. ഇന്ന് കിഴങ്ങ് മെഴുക്കുവരട്ടിയും വെച്ച് ചോറും വെച്ചും മക്കൾക്ക് കൊടുത്തു വിടാൻ വേണ്ടി. അതിനുശേഷം പുട്ടുണ്ടാക്കി. പിന്നെ ഇന്നലെ വൈകിട്ട് വെച്ച കിഴങ്ങ് തീയലുണ്ടായിരുന്നു, അതും കൂട്ടി പുട്ട് കഴിക്കും കേട്ടോ മക്കൾ. പിന്നെ കടിഞ്ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് വീട്ടിൽ കുറച്ച് പണികളുണ്ട്, പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു ഷെഡ് പോലെ സംഭവം വരുന്നത്. നമ്മൾ നേരത്തെ ഒരു റൂം പിടിക്കാൻ വേണ്ടി ഇട്ടിരുന്ന സ്ഥലം നേരത്തെ മുന്നുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പം ഇവിടെ ഒരു ഷെഡ് പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ, ബിൽഡൊക്കെ ചെയ്ത്. അത് എന്തിനാണ് എന്ന് നമുക്ക് പിന്നീടിരുന്ന വീഡിയോ, ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൂട്ടുകാരോട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പോയി മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്. അതേ മീനൊക്കെ വെള്ളത്തിയിട്ടും മങ്കടയാണ് കിട്ടുന്നത്. അപ്പം പണിക്കാർ വന്ന് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മീനൊക്കെ വെട്ടി കഴുകി റെഡിയാക്കി. അപ്പം മനസ്സിലായല്ലോ മീൻ കറി വെക്കാൻ ഓർത്തുകൊണ്ട് മീൻ വറുക്കാനൊക്കെ. അപ്പം മീൻ വറുക്കാൻ വെച്ചിരിക്കുന്നതിലേക്ക് നമുക്കൊന്ന് അരപ്പിനുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അരപ്പൊന്ന് പുരട്ടി വെക്കാൻ ഓർത്തുകൊണ്ട് ആദ്യം ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരല്പം മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, അല്പം പെരിഞ്ചീരകം, ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഒരല്പം ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ല. അപ്പം ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലും ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂടി ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാരുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ പൊടികളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. ഇളക്കി ഫ്രിഡ്ജിൽ വെക്കാൻ ഓർത്ത് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടിട്ട് നമുക്ക് ലാസ്റ്റ് വറക്കാമല്ലോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം എടുത്ത് റെഡിയാക്കി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ചെറിയ ഇതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഉച്ച കഴിഞ്ഞ് നമുക്ക് തൂക്കാലം വരെ ഒന്ന് പോകണം. മക്കൾ വന്നിട്ട് ആരെങ്കിലും ഒരാളെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. മക്കളൊക്കെ പരീക്ഷയ്ക്ക് പോയി വെക്കുന്നു. അപ്പം പിന്നെ കറണ്ട് ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി തേങ്ങ അരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എളുപ്പം ഞാൻ ഓരോ പരിപാടിയൊക്കെ ഇതിലേക്ക് നീങ്ങുകയാണ് കേട്ടോ. അപ്പം പണികൾ എളുപ്പം തീർക്കാം എന്നൊക്കെ ഓർത്ത്. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഓസ് ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം പിടിക്കാൻ പോകണം. അങ്ങനെ കുറച്ച് പണികളും ഉണ്ട് കേട്ടോ. ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. വെള്ളമാണെങ്കിൽ ടാങ്കിൽ നിറഞ്ഞാൽ പിന്നെ എടുത്ത് മാറ്റിയിടണം. വേറെ ചെറിയ പാത്രങ്ങളിൽ പിടിക്കാൻ, അങ്ങനെയൊക്കെ പണികളുണ്ട്. പിന്നെ തുണി കഴുകാൻ ഇടണം. അങ്ങനെ ഓരോരോ പണികളും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ കറികൾ വെക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ അന്ന് മീൻകറി അടുപ്പിൽ റെഡിയാക്കി വെക്കാമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ആദ്യം ഇഞ്ചി അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പച്ചമുളകും. ഇന്ന് മുളക് ചാറല്ല വെക്കുന്നത്, തേങ്ങ അരച്ച് വെക്കാമെന്ന് ഓർത്തു കേട്ടോ. മുളക് ചാറ് വെക്കാം എന്ന് ഓർത്തുകൊണ്ടാണ് സത്യം പറഞ്ഞ് ഞാനിത് ഇതേപോലെ ചെറുതാക്കി സെപ്പറേറ്റ് അരിഞ്ഞില്ലെങ്കിൽ ചട്ടിയിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയിലും പച്ചമുളകെല്ലാം ഒന്നിച്ചിട്ട് അരിഞ്ഞ് വെക്കത്തേ ഉള്ളൂ കേട്ടോ. എനിക്കൊരു പറ്റു കേട്ടോ. തക്കാളി ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇതെല്ലാം അരിഞ്ഞ് പറക്കി വന്ന ശേഷം തക്കാളി അരയ്ക്കാൻ എടുക്കാൻ പോയപ്പോഴത്തേക്കാണ് തക്കാളി ഇല്ല എന്നുണ്ട്. അപ്പം നേരെ പ്ലേറ്റ് തിരിച്ചു കേട്ടോ. അപ്പം പിന്നെ തേങ്ങ അരച്ച കറി വെക്കാമെന്ന് ഓർത്തുകൊണ്ട് പിന്നെ ഞാൻ തേങ്ങയൊക്കെ തിരുമ്മിയെടുത്തു. ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണേ. അപ്പം ഞാൻ തന്നാൽ ഇതൊക്കെ വരട്ടുന്നതിൻ്റെ ഇപ്പുറം തന്നെ ആദ്യം ഒന്ന് അരച്ച് വെക്കാം. എന്ന് വെച്ചാൽ കറണ്ട് വന്നും പോയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അവരുടെ പണി ഇങ്ങനെ മെനക്കെട്ടുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ കറണ്ട് വന്നും പോയി നിൽക്കുമ്പോഴത്തേക്ക് വെൽഡ് ചെയ്യാൻ ഭയങ്കര പ്രയാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അവിടെ ഇച്ചിരി വെള്ളം വീണായിരുന്നു. അപ്പോൾ ഞാൻ ചവിട്ടിയിട്ട് തന്നെ തുടച്ചിട്ട് ഞാൻ പിന്നെ അത് മീൻകറി വെക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഒതുക്കി അടുപ്പിൻ്റെ സ്റ്റൗവിൻ്റെ അവിടെ കൊണ്ടുവച്ചു. തേങ്ങ അരച്ച് വെച്ചു. ഇതെല്ലാം അരിഞ്ഞും പറക്കിയൊക്കെ വെച്ചു. പുളിയൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. മീൻ വെട്ടി കഴിയുക അവിടെ വെച്ച് എല്ലാം കഴിഞ്ഞ് ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആദ്യം തന്നെ 2 ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ നമ്മൾ തേങ്ങ അരച്ച കറികളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓരോരോ വെറൈറ്റി രീതിയിലാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ. അപ്പം ഇന്നതേ നമ്മൾ വരട്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം കടുക് ഇട്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് നന്നായിട്ട് വരട്ടുന്നുണ്ട് കേട്ടോ. അതായത് മുളക് ചാറ് വെക്കുന്ന രീതിയിൽ തന്നെ
അന്ന് മുളക് ചാറല്ല തേങ്ങ അരച്ചാണ് വെക്കുന്നത്, ആ ഒരു വ്യത്യാസം. പക്ഷേ ഇങ്ങനെ കറി വെച്ച് കൂട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ ഒരു വഴിയില്ല. ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയുന്നതല്ല, പണിക്കാരൊക്കെ കൂട്ടി ഞാൻ അവരോടും ചോദിച്ചു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു നല്ല അടിപൊളി കറിയായിരുന്നു, ഗൾഫ് രീതിയിലുള്ള കറിയാണോ എന്ന് ചോദിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ വെക്കും, പക്ഷേ ഇങ്ങനെ നമ്മൾ തേങ്ങ അരച്ച് വെക്കുമ്പോഴത്തേക്ക് എല്ലാം അരിഞ്ഞ് അതിലേക്ക് തന്നെ എല്ലാം അരപ്പൊക്കെ പുരട്ടിയല്ലേ വെക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒന്ന് വരട്ടിയിട്ട് വെച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. എരിവിനാവശ്യമായ മുളക് പൊടി വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം പിന്നെ ഈ പൊടിയൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, അതായത് തീ കുറച്ചിട്ടിട്ട് വേണം ഈ പൊടിയൊന്ന് മൂപ്പിക്കാൻ, ഇല്ലെങ്കിൽ ചട്ടിയുടെ ചൂടും തീയുടെ ചൂടും എല്ലാം കൊണ്ട് പൊടി എളുപ്പം കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലതായിട്ട് പൊടിയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ല മൂക്കണം കേട്ടോ. മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിട്ട് തേങ്ങയില്ലേ, ആ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങ ഇനി മിക്സിയുടെ ജാറിലേക്കൊക്കെ ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് ആ തേങ്ങ മുഴുവൻ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുലുക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരപ്പ് മുഴുവൻ കിട്ടുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ 1-2 പ്രാവശ്യം അങ്ങനെ കലക്കിയൊക്കെ ഒഴിച്ചു. അങ്ങനെ എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇളക്കാതെ വെക്കരുത്, ഇളക്കാതെ വെച്ചാൽ നല്ല ആകുകയില്ല. അതും പിന്നെ ഞാൻ പുളി വെള്ളത്തിയിട്ടതും അതും എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഇത്രയും വെള്ളം മതി കേട്ടോ, ഓവറായിട്ട് വെള്ളം ഒഴിക്കുകയും വേണ്ട, ഇത്രയും വെള്ളം മതി. അങ്ങനെ ഞാൻ ഉപ്പും ചേർത്ത് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. എന്നാ വെച്ചാൽ ഇന്ന് മെഴുക്കുവരട്ടി വെക്കാനോ തോരൻ വെക്കാനോ ഒന്നും പച്ചക്കറി കിടപ്പില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് മുറ്റത്ത് 2-3 വഴുതനങ്ങ നിൽപ്പുണ്ട്, അതാണെങ്കിൽ ചെറുതാകുമ്പോഴേ കേട് വന്ന് പോകുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, അതേ നിന്ന് ഇപ്പം തന്നെ ഇങ്ങനെ പൊഴിഞ്ഞു പോയി, ഈച്ച കുത്തുന്നതാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, തണ്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇങ്ങനെ ഒരുപാടെണ്ണം പോയി, അങ്ങനെ തണ്ട് മാത്രം നിന്നിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ആ ചെറുതൊക്കെ ഇങ്ങനെ കണ്ടിച്ചെടുക്കുകയാണ് കേട്ടോ. എല്ലാം ചെറുതും എല്ലാം കംപ്ലീറ്റ് ഞാൻ 5-6 ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം എന്താ കണ്ടിച്ചെടുത്തുകൊണ്ട് ഞാൻ വന്നു. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്താണെങ്കിൽ ഒരു വഴുതനങ്ങ ഇരിപ്പുണ്ട് കേട്ടോ. അതായത് നമ്മളന്ന് കിറ്റ് മേടിച്ചപ്പം കിട്ടിയ വഴുതനയിൽ ഒരു വഴുതനങ്ങ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ അന്ന് കിറ്റ് മേടിച്ചതിൽ പച്ചക്കറി ഇരിക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ മുരിങ്ങയ്ക്ക ഇരിപ്പുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ വേറെന്തോ ഒരു സാധനം കൂടി, പീച്ചിങ്ങ പോലത്തെ 1-2 സാധനം അങ്ങനെ എന്തോ 1-2 സാധനം കൂടി ഇരിപ്പുണ്ട്. ബാക്കിയെല്ലാം തീർന്നു കേട്ടോ. അപ്പം അതിന് ശേഷം ഞാൻ ഇതെല്ലാം കൊണ്ടുവച്ചതിന് ശേഷം കറി നോക്കിയപ്പം കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് വേണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വെട്ടി കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ആ പുളിയുടെ ഒരു ചെറിയ മണമൊക്കെ വരുന്നുണ്ട്. അന്ന് ആവശ്യത്തിനുള്ള പുളി ആയിട്ടില്ല കേട്ടോ. അപ്പം ചാറ് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അതിന് നല്ല ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഞാൻ മീൻ വെട്ടിക്കഴുകി വെച്ചിരുന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. വറ്റയാണ് എന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ അന്നേരം ഓർത്ത് തന്നെ വറ്റ ഇങ്ങനെയല്ലല്ലോ ഇരിക്കുന്നതെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ എന്താണെന്ന് മേടിച്ചുകൊണ്ട് വന്നത്. വറ്റയല്ലായിരുന്നു, മങ്കടയുടെ ചെറുതായിരുന്നു കേട്ടോ. വറ്റ പോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ. ഇനി മങ്കട പോലെ തന്നെ ഇരിക്കുന്നു. ഇനി വറ്റയാണോ? രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കും. എന്താണേലും നമ്മുടെ കറി അടുപ്പത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം അടച്ച് വെച്ചതിന് ശേഷം വഴുതനങ്ങ അരിയാൻ വേണ്ടി വന്നു കേട്ടോ. ഇതുകൊണ്ടോ ചെറുത്, ഇതൊക്കെ വലുതാവുകയാണെങ്കിൽ നല്ല വലുതാകുന്നതാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാം, ഈച്ച കുത്തി കളയുന്നു കേട്ടോ. ഇതുപോലെ ഈച്ച കുത്തി കളയുകയാണ്. ഈ ഈച്ച കുത്തി ഇവിടുന്ന് പിന്നെ അങ്ങ് തണ്ടിൽ നിന്നേ അങ്ങ് അഴുകിപ്പോവാണ്. അപ്പം ഞാനതോർത്തു ഉള്ളതെടുത്ത് മെഴുക്കുവരട്ടി വെക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാനതെടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വഴുതനങ്ങ മെഴുക്കുവരട്ടി വെക്കുന്നത്. മെഴുക്കുവരട്ടിയും തോരനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഇന്ന് അത് തന്നെ വെക്കാമെന്ന് ഓർത്ത്, വെറുതെ കളയണ്ടല്ലോ, നമ്മൾ വിഷമൊന്നും ചേർത്തതല്ല, നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് വിഷമൊക്കെ ഇല്ലാത്ത പച്ചക്കറി കിട്ടുന്നത് തന്നെയല്ലേ ഏറ്റവും നല്ലത്. അപ്പം ഞാൻ അതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. ഇനി വീണ്ടും ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അരിഞ്ഞെടുക്കണം. വഴുതനങ്ങ അരിയുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ അത് ചിലപ്പോൾ ഉണ്ടല്ലോ കൊമ്പന്മാരും കൊമ്പികളൊക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം വഴുതന അരിയാൻ. പിന്നെ നമ്മൾ വെള്ളത്തിൽ വേണം അരിഞ്ഞിടുക, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കറുത്ത് പോകും കേട്ടോ. വെള്ളത്തിലരിഞ്ഞ് ഒരു 5-10 മിനിറ്റ് ഇട്ടതിന് ശേഷം കഴുകി വാരി എടുക്കും കേട്ടോ. പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് പറക്കി എടുക്കുന്നുണ്ട്. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തരാൻ മറക്കല്ല കേട്ടോ. അപ്പം ഞാനിന്ന് വീഡിയോ വലിച്ചു നീട്ടി വീഡിയോ പറയുന്നുണ്ടോയെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് ഇച്ചിരി ലോങ് ആയിട്ടുണ്ട് കേട്ടോ.
എന്താണെന്ന് ആ വഴുതനങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞ് പറക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് സബോള അരിഞ്ഞിട്ടു. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇരുന്ന് തിളയാ നല്ല തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പയിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതാ ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. ഞാൻ ഒരുവിധം വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഉപ്പ് ചേർത്തിട്ടില്ല എന്നിട്ട് പിന്നെ ഇടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പം എന്താ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പം നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഉപ്പും മുളകും എരിവും ഇതെല്ലാം പിടിച്ചിട്ടുമുണ്ട്. നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ കറിയെല്ലാം വാങ്ങി റെഡിയാക്കിയ ശേഷം ഞാൻ അല്പം ഉലുവയും കൂടെ താളിച്ചിടുന്നുണ്ട് കേട്ടോ. മഴയാണ്, മുറ്റത്ത് കറിവേപ്പില എടുക്കാൻ പോകാനൊന്നും പറ്റില്ല. അതുമല്ല കറിവേപ്പ് നിൽക്കുന്നതിൻ്റെ അവിടെയായിട്ട് നിന്നുകൊണ്ട് അവർ തട്ടടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ കറിവേപ്പിലയൊന്നും ഇട്ടിട്ടില്ല. അതേ 2 ഉലുവ മാത്രം താളിച്ച് ഒഴിച്ച് വെച്ച് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അടച്ചു വെച്ചു. അപ്പോൾ എല്ലാം എടുത്ത് അടച്ചു വെച്ചു. അതിന് ശേഷം ഞാനുണ്ടല്ലോ പപ്പടം കാച്ചാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ മെഴുക്കുവരട്ടി ഇപ്പുറം ഇരുന്ന് ആകുന്നുണ്ട്. പപ്പടവും കാച്ചി മെഴുക്കുവരട്ടിയും വെച്ച് ഇനിയിപ്പോൾ 2 മീൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വലിയ കറികളൊന്നുമില്ല, ഉള്ള കറികളൊക്കെ കൂട്ടി നമ്മൾ ഒരു നേരത്തെ ആഹാരമാണെങ്കിലും നമുക്ക് കൊടുക്കുന്ന നമുക്ക് സന്തോഷം തന്നെയുള്ളൂ കേട്ടോ. അവർ വീട്ടിൽ പോയി കഴിച്ചിട്ട് വന്നോളാം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ വലിയ കറികളൊന്നും ഇല്ലായിരുന്നു. കിഴങ്ങ് തീയലും പിന്നെന്താ ബീട്രൂട്ട് തോരനും പപ്പടം ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ അതിന് ഒരു മുട്ടയും കൂടെ പൊരിച്ച് കൊടുത്തു. ഇന്ന് പിന്നെ ഞാൻ മീൻ മേടിച്ച് കറിയൊക്കെ വെച്ച് ഇതാ ഇത്രയൊക്കെ എടുത്തു കേട്ടോ. ഈ മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് അവർക്കൊരു നേരം ആഹാരം കൊടുത്താൽ നമുക്ക് എനിക്കും ഭയങ്കര വിഷമമാകും കേട്ടോ. എന്താണെങ്കിലും ചോറും കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാ ഞാൻ പപ്പടമൊക്കെ കാച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പൈസയുടെ കാര്യം നമ്മൾ കയ്യിൽ പൈസ വെച്ചിട്ടൊന്നുമല്ല ഈ കാര്യത്തിലേക്ക് നമ്മൾ ഇടപെട്ടത്. അപ്പം ഇച്ചിരി സ്വർണ്ണമൊക്കെ ഉണ്ട് കേട്ടോ, പണയം വെക്കാനും എടുക്കാനൊക്കെ. അപ്പോൾ അതെല്ലാം കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ വയ്യാതിരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓടിച്ചു പോകുന്ന ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അല്ല നമ്മുടെ കയ്യിൽ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ പണയമൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഇരിക്കുന്നതും കൂടെ നമ്മൾ ഇന്നും കൊണ്ട് പണയമൊക്കെ വെക്കും കേട്ടോ. അതിനൊക്കെ വേണ്ടിയാണ് ഇന്ന് തൂക്കാലം പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ പപ്പടവും കാര്യങ്ങളെല്ലാം കാച്ചി പിന്നെ അതാ നമ്മുടെ മെഴുക്കുവരട്ടി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിലേക്ക് വഴുതനങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്ലോയിൽ അങ്ങനെ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് എനിക്കൊരു കോൾ വന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ആ ഒരു മൂടങ്ങ് പോയി കിട്ടുക കേട്ടോ. പിന്നെ നമ്മൾ വോയിസ് കയറ്റുമ്പോൾ ആ ഒരു ഇത് കിട്ടണമെന്നില്ല കേട്ടോ, ആ ഒരു സ്ലോ അങ്ങോട്ട് കിട്ടണമെന്നില്ല കേട്ടോ. എന്താണെങ്കിലും ഇതേ മെഴുക്കുവരട്ടിയിലൊക്കെ ഇട്ട് ഇളക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മെഴുക്കുവരട്ടി ഇതേ രീതിയിൽ വെച്ചെടുക്കുവാണ് എങ്കിലുണ്ടല്ലോ കുഴയത്തും ഇല്ല ഒന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിന് ശേഷം ഞാൻ മീൻ വറുക്കാനൂടെ വെക്കുന്നുണ്ട്. മീനൂടെ വറുത്ത് കുറച്ച് പാത്രമൊക്കെ ഉണ്ട് കഴുകി പറക്കിയെല്ലാം റെഡിയാക്കി അടുക്കളയിൽ നിന്ന് ഒതുക്കി പറക്കിയിട്ട് വേണം. ഈ അടുക്കളയിലൊരു ഡെസ്ക് ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ തന്നെ ഇരുത്തി വേണം അവർക്ക് ആഹാരം കൊടുക്കാനും കേട്ടോ. എന്നാന്ന് വെച്ചാൽ മറ്റേ റൂമിൻ്റെ അകത്താണ് ഒരു ഡെസ്ക്. അത് മക്കൾ പഠിക്കുന്ന അവിടെ ആ റൂമിൻ്റെ അകത്ത് കയറ്റിയിരുത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മളിതാ ഇവിടെ ഈ അടുക്കളയിൽ തന്നെ വെച്ച് ആഹാരം കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ എന്നാൽ മീനും കൂടെ ഒക്കെ ഒന്ന് വറുത്തെടുക്കാനുള്ള പുറപ്പാടിലാണ്. അതാ മീനൊക്കെ ഇരുന്നാകുന്നുണ്ട്. എണ്ണ ഒഴിച്ചപ്പോൾ അല്പം ഇച്ചിരി കൂടിപ്പോയോ എന്നറിയത്തില്ല കേട്ടോ. എന്താണെങ്കിലും ഇതാ നമ്മുടെ മെഴുക്കുവരട്ടി നല്ല അടിപൊളി മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. വഴുതനങ്ങ മെഴുക്കുവരട്ടിയൊക്കെ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണം കേട്ടോ. അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം. ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാം കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന കറികളുടെ ഈ റെസിപ്പിയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം കൂട്ടുകാരൊന്നും വിചാരിക്കില്ല കേട്ടോ. അപ്പം എന്താ നമ്മുടെ മീൻ വറുത്തതായി, മീൻ കറിയായി, മെഴുക്കുവരട്ടിയായി, പിന്നെ നമ്മുടെ പപ്പടം കാച്ചി വെച്ചു, ചോറ് വെച്ച് നമ്മൾ വെള്ളരി തന്നെ ഒക്കെ ഇട്ടാണ് കേട്ടോ അവർക്കൊക്കെ ചോറൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ മീൻ വറുത്ത് റെഡിയാക്കി കൊണ്ടുവച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ചോറ് കൊടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ടിട്ടുമോൻ എന്ന കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു കടയാണ്. നല്ല നമ്മുടെ ആദ്യം വഴിയോര കച്ചവടമായിരുന്നു കേട്ടോ. നമ്മുടെ അച്ചാറുകൾ, ബിരിയാണി അതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഓരോ കച്ചവടങ്ങളൊക്കെ കഴിച്ച് വളരെയധികം പരിശ്രമിച്ചിട്ട് ഒരു അമ്മയും മോനും കൂടെ പരിശ്രമിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ഹോട്ടലിലാണ് കേട്ടോ. നമ്മുടെ ട്രെയിനിൻ്റെ രീതിയിലൊക്കെയുള്ള ഒരു ഇതൊക്കെ റെഡിയാക്കി ഹോട്ടൽ നടത്തുന്നതാണ് കേട്ടോ. ഞായറാഴ്ചയായിരുന്നു ഉദ്ഘാടനം. അന്ന് പോകണമെന്ന് വിചാരിച്ച് നടന്നില്ല. നമ്മൾ ഇന്നാണ് ചെന്നത് കേട്ടോ. അപ്പോൾ എന്താ അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ട്.
അപ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം ഒരു ചായ മാത്രമേ കുടിച്ചുള്ളൂ, പിന്നെ ബിരിയാണി പാഴ്സലായിട്ട് മേടിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത് റോഡിനോട് ചേർന്ന് നിൽക്കുന്നതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ തൂക്കുപാലത്തിനും മുണ്ടിയരുമയ്ക്കും കറക്റ്റ് നടുക്കായിട്ടാണ് കേട്ടോ. നല്ല ആൾത്തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാർ വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ നേരെ വന്നത് പിന്നെ ഒരു തുണിക്കടയിലേക്കാണ് കേട്ടോ. ആ തുണിക്കടയിൽ എന്ന് പറഞ്ഞാൽ നാളെ ഒരു വീടിൻ്റെ തൊട്ടടുത്തൊരു 28 കെട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ആ കൊച്ചിന് കൊടുക്കാൻ ഒരു ഉടുപ്പെടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഉടുപ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ ടിട്ടുമ്മോൻ്റെ കടയിലുണ്ടല്ലോ, പോയി നമ്മൾ ആ വഴിയൊക്കെ പോകുന്നവരൊക്കെ ഒന്ന് പോയി ആ ബിരിയാണിയൊക്കെ ഒന്ന് കഴിച്ചതാണ് കേട്ടോ. ഞാൻ ബിരിയാണി കഴിക്കത്തില്ലെങ്കിലും മക്കളൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ബിരിയാണിയ, പൊറോട്ടായ, കറികൾ, അങ്ങനെയുള്ള ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഓർഡറുകളും എടുത്ത് അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കടയുടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തുണിക്കടയുടെ ഫ്രണ്ട് ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അത് നമ്മുടെ ടുട്ടുമോൻ്റെ കടയാണ് വീണ്ടും കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഈ കടയിൽ പോകാത്തവരൊക്കെ ഒന്ന് പോയി അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുക. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.